KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ നീക്കം ചെയ്തതിനെ ചൊല്ലിയുള്ള പോർവിളികൾ കോൺഗ്രസിനകത്ത് മുറുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന കണക്കിൽ PV അൻവർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. മൂപ്പർക്ക് എങ്ങനെയെങ്കിലും UDF കയറണം. ആദ്യം ഇപ്പോൾ നടക്കുന്ന പുകിലുകൾ ഒന്ന് ഒടുങ്ങട്ടെ എന്ന് കരുതി കാത്തിരുന്നു. ഒന്നും ഒടുങ്ങിയില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ഊരാക്കുടുക്കിലേക്ക് പോവുകയെന്ന് മനസ്സിലായപ്പോൾ പിന്നെ വേറെ വഴിയില്ല എന്നായി. ഇനിയിപ്പോ ഒന്നും നോക്കാതെ തന്റെ കാര്യം അങ്ങ് പറയണം. ചുമ്മാ അങ്ങ് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു കുറ്റം പിണറായി വിജയനെ കുറിച്ച് പറയണം. അപ്പോൾ ആദ്യം മാധ്യമങ്ങൾ ശ്രദ്ധിക്കും, പിന്നെ പതിയെ ജനങ്ങളും. അപ്പൊ പിന്നെ സുഖമായില്ലേ കാര്യങ്ങൾ. ആശാ വർക്കർമാരുടെ സമരത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നുവെന്ന് പറഞ്ഞാണ് PV അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ആശ സമരം തുടങ്ങിയതിന് ശേഷമാണ് PSC അംഗങ്ങളുടെ ശമ്പളം കൂട്ടിയത്. അവരുടെ സാലറി മാത്രം കൂട്ടിയതിൽ വ്യക്തി താല്പര്യം മാത്രമേ ഉള്ളൂ. കാരണം പിണറായിയുടെ ബന്ധുക്കളും ആളുകളും എല്ലാം PSC അംഗങ്ങളാണ്. എന്തു വന്നാലും പിണറായിസത്തിന്റെ അടിവേര് തോണ്ടിയേ ഈ സമരം കടന്നുപോകൂ. UDF പ്രവേശനം അടുത്ത ദിവസം തന്നെ VD സതീശനുമായി സംസാരിക്കും. തനിക്ക് സുഖമില്ലാത്തത് മൂലമാണ് ഇത്രയും വൈകിയത്. എങ്ങനെ വരാതിരിക്കും? അത്ര മാത്രമല്ലേ അധ്വാനിച്ചത്. ഓരോ നേതാക്കന്മാരുടെയും കാലുകൾ ഓരോ ദിവസം ഗുളിക കഴിക്കുന്നത് പോലെ 1 വീതം 3 നേരം എന്ന കണക്കിനല്ലേ പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കുറച്ച് ക്ഷീണിക്കും, പുറകെ അസുഖം വരികയും ചെയ്യും. സ്വാഭാവികം. അല്ല, നമ്മൾ വന്ന കാര്യം മറന്നു. കോൺഗ്രസിനെ കണ്ട് ഭരണം പിടിക്കാമെന്ന് ആരും കരുതേണ്ട. ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതും തമ്മിൽ എന്താ ബന്ധം? ബുദ്ധിജീവി ചമകരായിരിക്കും. കോൺഗ്രസ് ലൂസ് ഷർട്ട് പോലെ ഫ്ലെക്സിബിൾ ആണ് എന്നാണ് അൻവറിന്റെ ഒരു അഭിപ്രായം. ലൂസ് ആണോന്നറിയില്ല, ഷർട്ട് തന്നെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം കൂടി ഇങ്ങനെ പൊതുമധ്യത്തിൽ ഇത് അലക്കുന്നത്? വല്ലാത്തൊരു ഉപമയായി പോയി. അൻവർ പണ്ടും ഇങ്ങനെയാ. സ്നേഹം കൂടിയാൽ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് എന്നൊന്നും യാതൊരു പിടിയും ഉണ്ടായില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 25-നകം ഹൈക്കോടതി സമ്മതിക്കുമത്രേ. 22-നാണ് കോടതി അവധി കഴിയുക. ഇലക്ഷൻ കമ്മീഷന് കത്ത് നൽകിയിരുന്നു, എങ്കിലും ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നും അൻവർ പറയുന്നുണ്ട്. ഇനി പറയാനൊന്നുമില്ലല്ലോ എന്നോർത്തപ്പോഴാണ് കടുവയുടെ കാര്യം ഓർമ്മ വന്നത്. അപ്പൊ പിന്നെ അതായിട്ട് ഇനി കുറയ്ക്കണ്ടല്ലോ. കടുവയ്ക്കും കിടക്കട്ടെ ഒരു കുത്ത്. സംസ്ഥാനത്ത് കടുവ ആക്രമണത്തിൽ ഒരാൾ മരിക്കുമ്പോൾ മാത്രമാണ് ഗവൺമെന്റിന് അനക്കമുണ്ടായത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടാവാറില്ല. 5 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി നിൽക്കുകയാണ്. മരിച്ചവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുകയാണെന്നും PV അൻവർ വിമർശിക്കുകയുണ്ടായി. മതി, തികഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലേക്ക് കയറി പറ്റാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. ഇനി ക്ഷമയോടുകൂടി അങ്ങ് കാത്തിരിക്കും. എന്തായാലും ദേവോളം കാത്തിരുന്നില്ല ആശാനെ, ഇനി 6 കൂടി കാത്തിരിക്കേ. അല്ല, ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടായിരുന്നു നോക്കണേ. ആ ഇടതുപക്ഷത്ത് വരെ നിന്നാ പോരായിരുന്നോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇവര് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തുക എന്ന് പറയും.